വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴി ആണ്ട് ലഭിച്ചുള്ള അനുഗ്രഹങ്ങൾ നന്ദി അർപ്പിക്കാം. മക്കള് കർത്താവിന് മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങള് ഒന്നുകൂടെ പറഞ്ഞു കൊടുക്ക, എല്ലാരും ഒന്ന് ചൊല്ലട്ടെ, പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഞങ്ങൾ വരുന്നത് പറയുവാണെങ്കിൽ ഇങ്ങനെ പറയാൻ പഠിക്കണം. കഞ്ഞി കുടിക്കാത്ത മനുഷ്യർ പറയുന്ന പോലെ ഒന്നും പറയില്ല. പറയുവാണെങ്കിൽ ഇങ്ങനെ പറയണം. ഇന്ന് ബിരിയാണിയാണോ കഴിച്ചേ? ഇന്ന് ബിരിയാണിയാണോ കഴിച്ചേ? കർത്താവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആവേശം കയറിപ്പോയതാണ്. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു മക്കളെ. ഇങ്ങനത്തെ പിള്ളേർ വേണം കർത്താവിന് മഹത്വം കൊടുക്കാൻ. കുറച്ചു പേര് കൈയടിക്കാതെ ഇങ്ങനെ ഇരിക്കും. എന്റെ പൊന്നുമകളെ, കൈ കർത്താവ് തന്നത് എത്ര നാൾ ചലിക്കുന്നു. നന്നായിട്ട് കൈയടി കർത്താവിന് കൊടുത്തേ. ഹല്ലേലൂയ. ഞങ്ങൾ വരുന്നത് ആർപ്പുകരന്നാണ്. എൻ്റെ പേര് അൽഫോൺസ, ജിൻജുവിന്റെ പേര് തെരേസ വിളിക്കും. അൽഫോൺസാമയും തെരേസാമയാ. പറഞ്ഞു. ഞങ്ങളുടെ അനിയത്തിക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. ഏത് ഇനി മൂന്നാമത്തെ അനിയത്തി ഉണ്ടോ? അവളുടെ പേരെന്നാ? റിൻഡു. റിൻഡു. അവക്ക് എന്നാ ഈ പുണ്യാളത്തിമാരുടെ പേരൊന്നും കിട്ടിയില്ലേ? അവക്ക് മരിയ എന്നാണ് പേര്. മരിയ എന്ന പേര്. ഓക്കെ, പറഞ്ഞു. അപ്പോഴേക്കും 2022 അവള് +2 കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കുമായിരുന്നു. അപ്പം അവൾക്ക് ഭയങ്കര പാടായിരുന്നു എക്സാം. B2 എക്സാം ഭയങ്കര പാടായിരുന്നു. അവൾ അത് കഴിഞ്ഞിട്ട് ഗോയിത്തയുടെ എക്സാം എഴുതി ഹോറൻ തോറ്റുപോയിരുന്നു. ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാ ദിവസവും അച്ഛനും അമ്മയും എല്ലാവരും വന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. 22 ഞങ്ങളുടെ അപ്പം വഴിയാണ് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എല്ലാ വർഷവും. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളപ്പം എപ്പോഴും പറയുമായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്ന്. അപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കുടുംബസമേതം വന്ന് പ്രാർത്ഥിച്ചിരുന്നു. 2024 അവൾ B2 എക്സാം എഴുതി. അവൾക്ക് ഹോറൻ തോറ്റുപോയി. ഇവിടെ വന്ന് എന്നിട്ടും പ്രാർത്ഥന മുടങ്ങിയിരുന്നില്ല. എന്നും വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. തോറ്റുപോകുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കണം. തോറ്റുപോവുക എന്നാൽ അതിന്റെ അർത്ഥം കൂടുതൽ പ്രാർത്ഥിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഒരു ഹല്ലേലൂയ വിളിച്ചു. ഹല്ലേലൂയ. തോക്കത്തില്ല, പ്രാർത്ഥിക്കുന്നവൻ തോക്കത്തില്ല, വിശ്വാസി തോക്കത്തില്ല, ഒരു ദൈവ പൈതല് തോൽക്കത്തില്ല, പ്രാർത്ഥിക്കുന്നവര് തോൽക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ എക്സാം എഴുതി ഞങ്ങൾ പാസ്സായി. ഹോറന്റെ എക്സാം പാസ്സായി. നല്ല മാർക്കോടുകൂടിയാണ് പാസ്സായിരുന്നത്. അതെ, B2 പാസ്സായി. അവക്ക് ഹോറൻ തോറ്റുപോയതിന് അവക്ക് 100-ൽ 80 മാർക്ക് ഉണ്ടായിരുന്നു. തോറ്റുപോയതിന് കിട്ടിയത് നോക്കി 100-ൽ 80. എത്ര തവണ തോറ്റുപോയിരുന്നതിന്? അതിന് എത്ര തവണ തോറ്റുപോയി? അവക്ക് ഒരു പ്രാവശ്യം തോറ്റുള്ളൂ. പക്ഷെ പിന്നത്തെ തവണ എഴുതിയപ്പോ 80 കിട്ടുക. 80 മാർക്ക് കിട്ടി. ചേച്ചിമാര് നല്ല പ്രാർത്ഥനയായിരുന്നു. ഹല്ലേലൂയ. പിന്നെ അവള് പ്രോസസ്സിങ്ങിന് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഒരു ഏജന്റിന്റെ കയ്യിലാണ് കൊടുത്തിരുന്നത്. അത് സെപ്റ്റംബറിലേക്ക് പോകുന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്താല് സെപ്റ്റംബർ കഴിഞ്ഞിട്ടും പോകാൻ പറ്റിയിരുന്നില്ല. പിന്നെ പോകണോ വരണോ എന്ന് തീരുമാനിക്കും നമ്മൾ. ഏജന്റാ തീരുമാനം. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. കുട്ടാ, ദൈവമാണോ നിന്റെ കാര്യം? നീ എപ്പോഴാ പോകേണ്ടതെന്ന് തീരുമാനിക്കാൻ ഒരു ഏജന്റിന്റെ കഴിവില്ല. അവര് പറയും സെപ്റ്റംബറിൽ പോകും, ഡിസംബറിൽ പോകും എന്നൊക്കെ പറയും. നീ നിന്റെ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിന്റെ സമയത്തിൽ യാത്രയാകാൻ തീരുമാനമെടുക്കുക. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഏജന്റും പറയുന്നത് കേട്ടു നമ്മൾ കരഞ്ഞുകൊണ്ട് നടക്കും. എന്നിട്ട് പിന്നീട് ഞങ്ങൾ വേറെ ഏജന്റിന് കൊടുക്കാൻ ആലോചിച്ചു. പക്ഷേ ഡോക്യുമെന്റേഷനും കാര്യങ്ങളെല്ലാം പിന്നെയും ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അവൾ കുറച്ച് നാളും കൂടെ നോക്കി. എന്നിട്ടും കിട്ടാതിരുന്നപ്പം ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം വേറൊരു ഏജന്റിന് കൊടുത്തു. അപ്പോഴേക്കും കോൺട്രാക്റ്റ് ശരിയായി വന്നിട്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതുപോലെ വീണ്ടും വന്ന് അതുകൊണ്ട് സപ്ലൈയോട് കുറേ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കി തരണം. കാരണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അവൾ പഠിക്കുന്നതുകൊണ്ട്. പിന്നെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാം ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം. കാരണം 2-3 വർഷമായതുകൊണ്ട്. പിന്നീട് ഞങ്ങൾ എന്നും വന്നുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചൊവ്വാഴ്ച വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന പഠിച്ചിരുന്ന ഒരു കൊച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ കൊടുത്തിരുന്ന ഏജൻറ്റിന് തന്നെ നീ കൊടുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അങ്ങനെ ഏജൻറ്റിന് പുതിയ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ അവർക്ക് തന്നെ കൊടുത്തു. അവിടുന്ന് അവൾക്ക് കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. പക്ഷേ എന്നാലും അവൾക്ക് ആ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തതിൽ പാസ്സാകാൻ കഴിഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടും ഞങ്ങൾ
ഒരു ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ അത് പറഞ്ഞത് ലാസ്റ്റത്തെ ഇൻ്റർവ്യൂ ആണ്, അതെങ്ങനെയെങ്കിലും എക്സാം ഇൻ്റർവ്യൂ പാസ്സായാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ നേഴ്സിങ്ങിൻ്റെ ഇൻ്റർവ്യൂ പാസ്സാവണം എന്ന് പറഞ്ഞു. അന്ന് തന്നെ ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ച് ഞങ്ങൾ കുറേ നേരത്തെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവമേ ഞങ്ങളെ അനൗൺസ്മെൻറ്റുകൾ ഞങ്ങളെ കൈ വെടിയരുതേ, എങ്ങനെയെങ്കിലും പാസ്സായി പോകാൻ കഴിയണമെന്ന് കുറേ പ്രാർത്ഥിച്ചു. അന്ന് അവിടെ തിരിച്ച് വീട്ടിൽ ചെന്ന് ഇൻ്റർവ്യൂവിൻ്റെ അറ്റൻഡ് ചെയ്തു. അന്ന് അവൾക്ക് നന്നായിട്ട് പറയാൻ പറ്റി. പേടിയായിരുന്നു, എന്നാൽ നല്ല രീതിയിൽ പേടിയില്ലാണ്ട് സംസാരിക്കാൻ പറ്റി. എന്നിട്ട് അപ്പോൾ അവർ പറഞ്ഞു, അപ്പം തന്നെ പിന്നെ എവിടെയാ പേടി വരുന്നത്? പിന്നെ എങ്ങനെയാ ചൂട് പിടിക്കാതിരിക്കുന്നത്? അപ്പം തന്നെ അവർ പറഞ്ഞു, മോളുടെ ഇൻ്റർവ്യൂ നല്ല രീതിയിലാണ് ജർമ്മനി പറഞ്ഞു, അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോഴേക്കും പറഞ്ഞു, അപ്പം തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അവൾ പറഞ്ഞു, കോൺട്രാക്റ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പം തന്നെ കോൺട്രാക്റ്റ് ഞങ്ങൾ അയച്ചു തരാം, VFC ഡേറ്റ് കയ്യോടെ തന്നെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അവൾക്ക് അവിടെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു, ഇൻ്റർവ്യൂ പാസ്സായി. പിന്നെ VFC ഡേറ്റ് വന്നിരുന്നത് മെയ് 28 ആയിരുന്നു. മെയ് 28 VFC ഡേറ്റ് കൊച്ചി പോയി ചെയ്തു. അതിൻ്റെ എല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴും അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം ഇനി എങ്ങനെയാവും എന്നുള്ള കാര്യം, കാരണം കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു അവൾക്ക് പോകാനായിട്ട്. പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം 26 ആയിട്ടും അവൾക്ക് VFC ഡേറ്റിൻ്റെ കൊച്ചിയിൽ നിന്ന് ഇമെയിൽ വന്നിരുന്നില്ല. അവിടെ കൂടെ കൊടുത്തിരുന്ന എല്ലാവർക്കും തന്നെ ഇമെയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇല്ലടി നീ പേടിക്കണ്ട, കാരണം ഇവിടെ നമ്മളെ ഒരിക്കലും കൈവെടിയത്തില്ല, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എല്ലാം നമ്മളെ കൈവിടില്ലെന്നുള്ളൊരു ധൈര്യത്തിന്റെ പേരാണ് പ്രാർത്ഥന. ഹല്ലേലൂയാ. അല്ല വെറുതെ ചുമ്മാ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നുമില്ല, ദൈവം എന്നെ കൈവിടില്ലെന്നുള്ള ഉറപ്പിന്റെ പേരാണ് പ്രാർത്ഥന. ഹല്ലേലൂയാ. എന്നിട്ട് ഞങ്ങൾ അതോടൊപ്പം തന്നെ ഞങ്ങൾ പോയി കൊച്ചി പോയി ഇമെയിലിൻ്റെ കാര്യങ്ങൾ വരാത്തത് ഞങ്ങൾ അന്വേഷിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല നമുക്ക് കിട്ടും, പേടിക്കണ്ട, നമ്മളെ കൈവെടിയത്തില്ല എന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് 27 ആയപ്പം അവൾ 28 VFC ഡേറ്റിന് പോകണം, അവിടെ ചെല്ലണം, ഹോസ്പിറ്റലിൽ അറ്റൻഡ് ആവണം. അപ്പോൾ 27 തന്നെ വൈകുന്നേരം തന്നെ അവൾക്ക് മെയിൽ വന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പോകാനായിട്ട്. ഞങ്ങൾ ഓടി എത്തിയത് ഇങ്ങോട്ടേക്കായിരുന്നു. ഹല്ലേലൂയാ. ഒരു സന്തോഷം വന്നപ്പോൾ ഓടി പൊട്ടിയാളന്റെ അടുത്തോട്ട് വന്നു. ഹല്ലേലൂയാ. ഞങ്ങൾ ഓടി വന്ന് പ്രാർത്ഥിച്ചു, മെഴുകുതിരി കത്തിച്ച് തന്നെ അനൗൺസ്മെന്റ് പ്രാർത്ഥിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഉള്ളിൽ ആശിക്കുന്ന പോലെ ഇതാണ് എന്റെ മുമ്പിൽ. ഞാൻ ഓൾറെഡി സാക്ഷി, ഞങ്ങൾ രണ്ടുപേരും സാക്ഷി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോളാം. ഞങ്ങൾ കുറേ പ്രാർത്ഥിച്ചിരുന്നു. 2 ചേച്ചിമാരും കൂടെ തീരുമാനം എടുത്തു, അവക്ക് കിട്ടിയാൽ ഞങ്ങളൊന്ന് സാക്ഷ്യം പറയും. എന്നിട്ട് അവൾക്ക് 28 മെയ് 28 തന്നെ അവൾക്ക് പോവാൻ കഴിഞ്ഞു. അവൾക്ക് രാവിലെ പോയി. ഹല്ലേലൂയാ. ഇപ്പൊ അവള് സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ എന്നെ എടുക്കുന്ന ജോലി കിട്ടിയോ? അവൾക്ക് ജോയിൻ ചെയ്യാതെ ജോലി ചെയ്യുക. അവള് കേൾക്കുന്നുണ്ടോ അവിടെ ഇരുന്നുണ്ടത്? ഞാൻ ഓൾറെഡി വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞു. അവളോട് പറഞ്ഞു, വിളിച്ചില്ലേ? എന്നിട്ട് അവള് തന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ മോളെ. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വിശ്വാസവും പോലെ ദൈവം കൂടുതൽ നിങ്ങൾക്കും കിട്ടട്ടെ ഒരു അനുഗ്രഹങ്ങൾ, അല്ലേ? ഇളയാൾക്ക് മാത്രമേ, നിങ്ങൾക്ക് 2 പേർക്ക് ഇപ്പോൾ ഒരു അഭിഷേകം കിട്ടാൻ പോവുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഹല്ലേലൂയാ. സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ